Hello everyone, once again welcome back to my YouTube channel. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടും അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കംപ്ലീറ്റ് ആയി മൂവ് ഓൺ ആയി എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരിക്കും, അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് എന്നാലും ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. സോ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയും. അതായത് ആ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്, ആക്ച്വലി എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്നും വരുന്നത് കൊണ്ടാണോ എന്നുള്ളത് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സപ്പോർട്ട് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. വീഡിയോയിലേക്ക് പോകാം. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ആ വ്യക്തിയെ അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിൽ നിന്നും ലഭിച്ച മെമ്മറീസ്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓവറായിട്ട് വീണ്ടും വീണ്ടും റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ അത് പല രീതിയിലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അവരെ കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു പല കാര്യങ്ങളും ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ എന്നിരുന്നാലും കൂടുതലായിട്ടും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നതൊക്കെ ഈ വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചായിരിക്കും. അങ്ങനെ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓർമ്മയിൽ മാത്രം സ്റ്റെക്കായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. സോ കൂടുതലായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവരെക്കുറിച്ച് മാത്രമായി ചിന്തിക്കുന്നു എന്നൊരു രീതിയിലേക്ക് പോകുമ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, അല്ലെങ്കിൽ അവരെ വീണ്ടും കാണുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും കൂടുതലായിട്ട് തോട്ട്സ് പോകുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ അങ്ങനെ ആയി മാറാനുള്ള സാധ്യത കൂടുതലാണ്. സോ ബ്രേക്കപ്പ് ആയി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും അതിൽ നിന്നും ഓവർകം ചെയ്യാതെ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഒന്ന്, കൂടുതലായിട്ട് അല്ലെങ്കിൽ എപ്പോഴും അവരെ കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട്, അവർ തിരിച്ചു വരും എന്നുള്ള ഓവറായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ. ഒരു പക്ഷെ ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരിക്കും റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകില്ല അല്ലെങ്കിൽ മൂവ് ഓൺ ആയി എന്നുള്ളത് ഓൾറെഡി നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ടും അവർ തിരികെ വരും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ വ്യക്തി അല്ലാതെ അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ എനിക്ക് ഒരു ലൈഫ് പോസിബിൾ അല്ല എന്നുള്ളൊരു തോന്നല് അവർ സ്വയം അവർക്ക് തന്നെ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാവുന്ന കേസിലും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് അവർക്ക് സ്വയം ഫീൽ ചെയ്യും. സോ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒന്ന്, അവരെ കുറിച്ച് കൂടുതലായി തിങ്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ അവർ തിരികെ വരും എന്നുള്ള പ്രതീക്ഷ. മൂന്ന്, റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ലീവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഉപേക്ഷിക്കുന്നുണ്ടായിരിക്കില്ല. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. അതല്ലെങ്കിൽ അവരുടെ ഗിഫ്റ്റ് എല്ലാം വീണ്ടും വീണ്ടും എടുത്തു നോക്കിക്കൊണ്ട് പണ്ടത്തെ കാര്യങ്ങൾ, പണ്ടത്തെ ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ട് അത് വീണ്ടും റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു സ്വഭാവം. സോ ഇങ്ങനെ അവർ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വീണ്ടും അവരുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും സ്റ്റക്കായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ കൂടുതലായി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാതെ അല്ലെങ്കിൽ ആ മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളെ ബാക്കിലോട്ട് വലിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇനി ചില ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്, അവർ ആരോട് സംസാരിക്കുമ്പോഴും എപ്പോ എന്ത് സംസാരിക്കുമ്പോഴും അവർക്ക് ആകെ പറയാനുള്ളത് ആ റിലേഷൻഷിപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ചും ആയിരിക്കും. കാരണം അവർ അതിൽ അത്രയും ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെ എപ്പോഴും അവരെക്കുറിച്ച് ഓർമ്മിക്കുകയും അവരെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ അവിടെ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. നെക്സ്റ്റ് വൺ, സോഷ്യൽ ആവുന്നതിനോട് വല്ലാത്തൊരു നീരസം അല്ലെങ്കിൽ അതിനൊരു താല്പര്യമില്ലായ്മയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് മറ്റൊരു കാര്യം. സോഷ്യൽ ആവുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പക്ഷേ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഒരു പക്ഷെ റാൻഡം ആയി അല്ലെങ്കിൽ ലൈഫിന്റെ ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച്
നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തികളായിരിക്കാം, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തികളായിരിക്കാം. സോ അങ്ങനെയുള്ള വ്യക്തികളോട് പോലും സംസാരിക്കാതെ, ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ പോലും ഒരാളോട് സംസാരിക്കാനോ ഇടപഴകാനോ ഒക്കെ മടി കാണിക്കുന്നു. അല്ലെങ്കിൽ ലൈഫിലേക്ക് ആര് വന്നു കഴിഞ്ഞാലും അവരൊക്കെ മാറ്റി നിർത്തുന്ന ഒരു രീതി. ഇങ്ങനെ ഒട്ടും സോഷ്യൽ ആവാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ മടി കാണിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതിന് നിങ്ങളെ തടയുന്ന ഒരു കാര്യമായിരിക്കും. നെക്സ്റ്റ് വൺ, പഴയ ഓർമ്മകൾ മാത്രം വിചാരിച്ചിരിക്കുക, അല്ലെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് ആയി ഓർത്തിരിക്കുക, അത് തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു ഓർമ്മയിൽ മാത്രമാണ് അവര് പ്രസന്റിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇനി എന്ത് വേണം, എന്ത് ചെയ്യണം, ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ ഒരു പഴയ ഓർമ്മയിൽ മാത്രം സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത് റിസ്ക് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നറിഞ്ഞിട്ടും ആ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങളതിൽ സ്റ്റക്കായി പോകുന്നതിന്റെ റീസൺസ്. സോ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രസന്റിൽ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുക. പഴയ ഓർമ്മകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം, അതൊന്നും അല്ല പറയുന്നത്. അതൊന്നും ചിലപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. ബട്ട് സ്റ്റിൽ പഴയ കാര്യങ്ങളിൽ തന്നെ ഓവറായി സ്റ്റക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ സാധിക്കും. പ്രസന്റിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ക്ലാരിറ്റി നേടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പതിയെ മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്